എല്ലാവർക്കും നമ്മൾ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ രാവിലെ ഇങ്ങനെ അങ്ങോട്ട് വന്നിട്ട് ആ ശക്തമായ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് കൊടുത്തിട്ടാണ് പിന്നെ ജോലികൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. ഭൂരിഭാഗം ആളുകളും അങ്ങനെ തന്നെയാണ്, ഞാനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാൻ കാപ്പിക്കുള്ള വെള്ളവും പഞ്ചസാരയും ഒക്കെ ഒന്നിച്ചിട്ടിട്ടാണ് പിന്നെ വാതിലൊക്കെ തുറക്കാനായിട്ട് പോയത്. അപ്പം മിക്കവാറും രാവിലെ പപ്പ എന്നേലും മുൻപ് വന്നിട്ട് വാതിൽ തുറന്നിടാറുണ്ട്. ഇപ്പം ചൂടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എഴുന്നേക്കും. എന്തിനാ ഇങ്ങനെ ചൂടത്ത് കിടക്കുന്നതെന്ന് വിചാരിച്ചിട്ട്. കിടക്കാനൊരു സുഖമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലല്ലേ കുറച്ച് നേരം കിടക്കുകയുള്ളൂ. അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാറുണ്ട്, ഞാൻ നല്ല പുതപ്പൊക്കെ പൊതിച്ചൊന്നും അങ്ങനെ കിടക്കുന്ന ആളല്ല. പുതപ്പൊക്കെ പൊതിച്ച് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് രാവിലെ എഴുന്നേക്കാനായിട്ട് ഒരു ഇത്തിരി ബുദ്ധിമുട്ട് തോന്നും. അതുപോലെ തന്നെ നല്ല ബെഡിലൊക്കെ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുന്നേക്കാനായിട്ട് ഭയങ്കര മടി തോന്നും. അപ്പോൾ ഭയങ്കര സുഖമായി അങ്ങനെ കിടക്കാനായിട്ടൊന്നും എനിക്ക് തോന്നാറില്ല. രാവിലെയൊക്കെ എഴുന്നേക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്ര സുഖത്തിൽ കിടന്നാലൊന്നും ചിലപ്പോൾ എഴുന്നേക്കാൻ പറ്റിയെന്ന് വരില്ല. എന്ന് പറഞ്ഞിട്ട് നമ്മൾ സുഖമായിട്ട് തന്നെ കിടക്കണം, നമ്മളുടെ റെസ്റ്റ് സമയമാണ്. പക്ഷേ ഒരു ലെവൽ വിട്ടുള്ള ഒരു സുഖത്തിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ ഒന്നും എഴുന്നേക്കില്ല, നമ്മൾ കൂടുതൽ മടിയന്മാരായി പോകുമെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഇന്ന് ഇത്തരം കാര്യങ്ങൾ, അതായത് ഈ കാപ്പിയൊക്കെ ഇട്ട് അതൊക്കെ പപ്പക്ക് എടുത്ത് വെച്ച് അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വീഡിയോ വർക്കിനായിരിക്കുക. എനിക്ക് അങ്ങനത്തെ ഒരു പണിയുണ്ടല്ലോ. അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ജോലികളെല്ലാം തന്നെയും ഒരു 10 മണിക്കുള്ളിൽ തീർന്നിട്ട് വളരെ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ എനിക്ക് സാധിക്കും. പക്ഷേ യൂട്യൂബ് വർക്ക് എന്ന് പറഞ്ഞത് നമ്മളുടെ കയ്യിൽ നിന്ന് പോകില്ല. അത് അങ്ങനെ കിടക്കും. അത് നമ്മുടെ ഒരു ജോലിയാണ്, നമ്മൾക്ക് ഒരു ഏണിങ്സ് കിട്ടുന്നതാണ്. ഒരിക്കലും ഭർത്താവിൻ്റെയോ മക്കളുടെയോ നേരെ കൈ നീട്ടാതെ തന്നെ നമുക്ക് വേണ്ട സാധനങ്ങൾ അവരോട് അനുവാദം ചോദിക്കാതെ വാങ്ങിക്കാവുന്ന ഒരു സംഭവമായതുകൊണ്ട് ഞാനത് ഇപ്പോഴും നടത്തിക്കൊണ്ട് പോകുന്നു. ഇന്ന് വരെയും ഒരു മാസം പോലും എനിക്ക് പൈസ കിട്ടാതിരുന്നിട്ടില്ല. എല്ലാ മാസവും പൈസ കിട്ടുന്നുണ്ട്. അപ്പോൾ 7 വർഷമായി ഒരു മാസം പോലും പൈസ കിട്ടാതെ പോയിട്ടില്ല. 7.5 വർഷമായി. നവംബർ ആകുമ്പോഴത്തേക്ക് 8 വർഷവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തിരി ബുദ്ധിമുട്ടിയാലും കുഴപ്പമില്ല, നമുക്ക് നമ്മുടെ കയ്യിൽ കുറച്ച് പൈസയൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പോൾ നമ്മൾ അധ്വാനിച്ചാലല്ലേ നമ്മൾക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ എന്നൊക്കെ വിചാരിക്കുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിതൊക്കെ ചെയ്ത് പോകും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ബോൾ തന്നെ ഉണ്ടാക്കുന്നത്. ഈ ബോൾ എത്ര കഴിച്ചാലും മതിയാകൂല കേട്ടോ, അത്രയും ടേസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണിത്. ഇത് ഉണ്ടാക്കി നോക്കിയ ആളുകൾ ഇത് നല്ല അടിപൊളിയാണെന്ന് പറഞ്ഞതും കമൻസിൽ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ശർക്കര പാനി ഒഴിച്ചിട്ടാണ് ചെയ്യണത്. നേരത്തെ പഞ്ചസാര ഇട്ടിട്ടാണ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ശർക്കര പാനി ഉള്ളതുകൊണ്ട് അത് ഇട്ട്, അതാണ് കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ആവിയിൽ വേവിക്കുന്നതിന് വേറൊരു ടേസ്റ്റാണ്. ഈ സാധനം തന്നെ ആവിയിൽ വേവിക്കുമെന്ന് കമൻസിൽ ഞാൻ കണ്ടായിരുന്നു. അത് ശരിയാണ്. ഇവിടെ പപ്പടമ്മ മിക്കവാറും വൈകുന്നേരങ്ങളിൽ വെറുതെ അങ്ങോട്ട് ഇതുപോലെ കുഴച്ചെടുത്തിട്ട് ഒരു പാത്രത്തിനകത്തേക്ക് വെച്ച് ഒന്ന് പരത്തിയിട്ട് നേരെ സ്റ്റീമറിൽ വെച്ച് പുഴുങ്ങിയെടുക്കണം കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ഇത്തിരി ഹാർഡാണ്. അതിനേക്കാളും ടേസ്റ്റ് ഇതാണ്. ഇത് ഒരു ചുട്ടെടുക്കുന്ന ഒരു ടേസ്റ്റും നല്ല ഒരു നെയ്യുടെ ഒരു രുചിയും എല്ലാം കൂടി ചേർത്ത് ഇതിൻ്റെ രുചി പറഞ്ഞറിയിക്കാൻ പറ്റില്ല, എനിക്ക് അത്രയും ഇഷ്ടമുള്ളൂ. അപ്പം അങ്ങനെ ഏത്തപ്പഴവും ഗോതമ്പ് പൊടിയും തേങ്ങയും പിന്നെ ശർക്കര പാനി എൻ്റെ കയ്യിലുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇടുക. എന്നിട്ട് അത് ആദ്യം നമ്മൾ പൊടി ഇട്ട് തേങ്ങയും ഇത് പഴം കൂടി നന്നായിട്ട് കുഴക്കണം. അല്ലെന്നുണ്ടെങ്കിൽ പഴം കുഴഞ്ഞ് വരില്ല. മിക്സിയിലിട്ട് അടിക്കരുത്, പഴം കുഴഞ്ഞ് വരില്ല. ഇത് ശർക്കര പാനിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പഴം കുഴഞ്ഞ് വരാൻ താമസിക്കും. അപ്പോൾ പഴം നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം മാത്രം ശർക്കര പാനിയായിട്ട് അവസാനം ഇട്ടാൽ മതി. അപ്പോൾ 3 എണ്ണമാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. 3 എണ്ണത്തിനുള്ളതുണ്ട്. അപ്പോൾ 2 എണ്ണം ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്, പിന്നെ ഒരെണ്ണം അവിടെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പപ്പ ഇന്ന് മീൻ മേടിച്ചിട്ട് വന്നാണ്. ഞാൻ പപ്പയുടെ അടുത്ത് പറഞ്ഞു, ഈ റോജർ ഒന്നും തന്നെ കഴിക്കണില്ല പപ്പ, എന്തെങ്കിലും ഒരു മീൻ എവിടെന്നെങ്കിലും കൊണ്ടുപോകാം. ഷാജി ഇതുവരെ മീൻ എടുക്കാൻ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഷാജി ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ആരുമില്ല മീൻ കൊണ്ടുവന്ന് തരാനായിട്ട്. അപ്പം ഞാൻ പപ്പനെ വിട്ടിട്ടാണ് മേടിപ്പിക്കണം. അപ്പോൾ പപ്പ പോയിട്ട് ഇത്തവണ വലക്കേന്നല്ല മേടിച്ചേക്കണം, വേറെ സ്ഥലത്തു നിന്നാണ് മേടിച്ചേക്കണത്. അത് ഫ്രഷ് മീനെന്നൊന്നും പറയാൻ പറ്റില്ല, എങ്കിലും കുഴപ്പമില്ലാതെ ചാള, കക്കയിറച്ചി, ചെമ്മീൻ ഇത്രയും സാധനം കൊണ്ടുവന്നു. അപ്പോൾ ആ ചാള 300 രൂപയാണ്, കക്കയിറച്ചി എനിക്ക് തോന്നുന്നത് 100 രൂപയാണെന്ന് തോന്നുന്നു, ഓർക്കണില്ല. ഏതായാലും ചെമ്മീൻ 1/2 കിലോ 140 രൂപ.
അപ്പോൾ അപ്പം എന്നെ അവിടെ വന്നിട്ട് ഇങ്ങനെ ഫോൺ ചെയ്ത് ഇന്ന സാധനങ്ങളുണ്ട് എന്തൊക്കെ വേണമെന്നൊക്കെ. അപ്പോൾ അവിടുത്തെ ആളിങ്ങനെ പറയണത് ഞാൻ കേട്ട്, 1 കിലോ 140 രൂപയെന്ന് പറയണ കേട്ട്. അപ്പോൾ 1 കിലോയാണ് പപ്പ മേടിച്ചതെന്നുണ്ട്, അതുകൊണ്ടാണ് 140 എന്ന് ഞാൻ പറഞ്ഞത്. കക്കിറച്ചിയുടെ ഇത് ഞാൻ ചോദിച്ചില്ലായിരുന്നു. ചാള എത്രയെന്ന് ഞാൻ ചോദിച്ചായിരുന്നു, അത് കിലോ 300 രൂപയെന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ അതെല്ലാം കൊണ്ടുവന്നിട്ടാണ്. അങ്ങനെ ഞാൻ ആദ്യം ഇതിന് വേണ്ട സാധനങ്ങളെല്ലാം ഒരുക്കി വെച്ചിട്ടാ. അപ്പോൾ തേങ്ങയാണെന്നുണ്ടെങ്കിൽ പപ്പ 5 തേങ്ങ പൊതിച്ചിട്ടിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ. അതിൽ ഒരു തേങ്ങ പൊട്ടിച്ചെടുത്തിട്ട് കൊത്തായിട്ട് എടുത്ത്, എനിക്ക് ചിരണ്ടാനുള്ള മടിയുണ്ട്, ചിരണ്ടി വെച്ചിട്ടില്ല. അപ്പോൾ പിന്നെ ചിരണ്ടാം, ഇപ്പം അത്യാവശ്യം കൊത്താക്കി എടുക്കാം. അപ്പോൾ രാവിലെയും ഒരു തേങ്ങയുടെ പകുതിയാണ് കൊത്താക്കി അത് മിക്സിയിൽ അടിച്ചിട്ട് നമ്മുടെ ബോളിലേക്ക് ഇട്ടത്. ബാക്കി പകുതിയാണ് ഇപ്പോൾ കൊത്താക്കി എടുത്തിട്ട് കുറച്ച് കക്കയിറച്ചിയുടെ അകത്ത് കൊത്തിട്ടിട്ടും ചെയ്യാം, പിന്നെ തേങ്ങ അരപ്പ് മീൻ കറിക്കും ഉണ്ടാക്കുക. അപ്പോൾ ആ ഒരു തേങ്ങ തീർന്ന്. അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ കൊത്തിയെടുത്ത് അവിടെ വെച്ചതാ പപ്പ വന്നിങ്ങനെ പെറുക്കി തിന്നാൻ തുടങ്ങിയിട്ട്. അപ്പം ഞാൻ പറഞ്ഞ്, അത് പെറുക്കി തിന്നല്ലേ, വേറൊരു തേങ്ങ പൊട്ടിച്ചിട്ട് അത് കൊത്തിയെടുത്ത് തിന്നോ. ഇത് ഞാനിപ്പോൾ ധൃതി പിടിച്ച് കൊത്തിയെടുത്ത് വെച്ചേക്കണേണ് ഈ പാചകത്തിന് വേണ്ടിയിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഇനിയും ഞാൻ ചെന്നിട്ട് തേങ്ങ പൊട്ടിച്ച് കൊത്തിയെടുക്കണം. തേങ്ങ കൊത്തൊക്കെ കണ്ടു കഴിഞ്ഞാൽ പപ്പക്കും റയനും ഒക്കെ വലിയ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് തേങ്ങാക്കൊത്തൊക്കെ പിടിച്ച് മാറ്റി വെച്ച് ഞാനിപ്പോൾ അരച്ചൊക്കെ എടുത്ത് ഏതായാലും. പിന്നെ വെളിച്ചെണ്ണയുടെ അകത്തേക്ക് ഇത്തിരി ഉലുവയൊക്കെ പൊട്ടിച്ച് ചെറിയ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയും ഒക്കെ ഇട്ട് ഒന്ന് താളിച്ച്, അത് കഴിഞ്ഞിട്ട് ഈ അരപ്പ് ഇട്ടിട്ട് ഒന്ന് മൊരിയിച്ചിട്ട്, പിന്നെ ഞാൻ പുളിവെള്ളമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അതിട്ട് ഉപ്പ് ഇട്ടിട്ട് തിളച്ച് കഴിയുമ്പോൾ മീനിടുക. അപ്പോൾ ഇതെല്ലാം തേങ്ങ അരപ്പും റെഡിയാക്കി വെച്ച്, ചെറിയ ഉള്ളിയെല്ലാം അരിഞ്ഞൊക്കെ വെച്ച്, സവാള നമ്മുടെ കക്കയിറച്ചിക്ക് വേണ്ടതൊക്കെ അരിഞ്ഞ് വെച്ച്, എല്ലാം വെളുത്തുള്ളി ഇഞ്ചി എല്ലാം അരിഞ്ഞ് വെച്ചിട്ടാണ് ഞാൻ മീൻ വെട്ടാൻ പോയിരുന്നത്. പിന്നെ ഈ ചാളയൊക്കെ വെട്ടിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് വെട്ടിയെടുക്കുക. അത് പോർക്കിൻ്റെ കറിയിട്ട് അത് തീർന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ചാളയൊക്കെ വെട്ടി വേഗം വന്ന് ചെമ്മീനും എല്ലാം ക്ലീൻ ചെയ്ത്, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കക്കയിറച്ചി പോയിട്ട് ക്ലീൻ ചെയ്തെടുത്തത്. ആ കക്കയിറച്ചിയുടെ അകത്തേക്ക് നമ്മൾ മസാലപ്പൊടികൾ എല്ലാം ചേർത്ത് ഉപ്പും ചേർത്ത് ഒന്ന് പതിയെ വേവിക്കുക. അതിനുശേഷം നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഗരം മസാല, മുളക് പൊടി, കുരുമുളക് പൊടി, പെരിഞ്ജീരകത്തിൻ്റെ പൊടി, മഞ്ഞൾപ്പൊടി, അങ്ങനെ അത്രയും പൊടികളും ചേർത്ത് ഉപ്പും ചേർത്ത് അത് വേവിക്കാൻ വെച്ച്, എന്നിട്ടാണ് പിന്നെ ഇത് നമ്മുടെ ഈ കക്കയിറച്ചിക്ക് വേണ്ടിയിട്ടുള്ള സവാളയൊക്കെ വഴറ്റാനായിട്ട് നിന്നത്. അപ്പോൾ കക്കയിറച്ചിക്ക് വേണ്ടിയിട്ടുള്ള സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പെല്ലാം കൂടി വഴറ്റിയിട്ട് ഇത് വെന്തത് അതിനകത്തേക്ക് ഇട്ടിട്ട് തേങ്ങാക്കൊത്ത് കൂടിയിട്ട് കുറച്ച് നേരം ഒന്ന് മറിച്ച് മൊരിയിച്ചെടുക്കണം. അപ്പോൾ ഇത് ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് പുളിവെള്ളമൊക്കെ ഒഴിച്ച് ഇനി മീനങ്ങോട്ട് ഇട്ടാൽ മാത്രം മതി. അപ്പോൾ ഈ കറികളൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഗ്യാപ്പിൽ ഞാനൊരു കാര്യം പറയാം. ഒരു 10 വർഷം മുൻപ്, ഒരു 42 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത്, ഞാൻ ഒരുപാട് സംസാരിക്കുന്ന ആ ഒരു സ്വഭാവ രീതിയിലുള്ള ആളായിരുന്നു. ഒരു 42 വയസ്സ് വരെ ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ ഇങ്ങനെ ഓപ്പണായിട്ട് എല്ലാം ഇങ്ങനെ പറയും, എല്ലാവരെയും വിശ്വസിക്കും. അങ്ങനെ വിശ്വസിച്ച് ചില കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഈ കേൾക്കുന്ന ആൾ നമ്മളുടെ കൂടെ ഒപ്പമുണ്ടെന്ന് നമ്മളെ തോന്നിപ്പിച്ചിട്ട് അവർ ഒറ്റക്കൊടുക്കുന്ന ഒരു സ്വഭാവം ഞാൻ കണ്ട്. അതെൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു. എല്ലാവരും എൻ്റെ ഒപ്പം നിൽക്കുന്നു എന്നവർ തോന്നിപ്പിച്ചുകൊണ്ട് അവരൊരു ഗ്യാങ്ങായിട്ട് എന്നെ മാനസികമായിട്ട് ആളുകളുടെ മുന്നിൽ വെച്ചുമൊക്കെ ആക്രമിച്ച്, അത് ശാരീരികമായിട്ടുള്ള ആക്രമണമല്ല കേട്ടോ, ആക്രമിച്ചപ്പോഴത്തേക്കുമാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്. എല്ലാവരെയും അകത്തി നിർത്തണമെന്നുള്ളൊരു സത്യം ഞാൻ മനസ്സിലാക്കിയത്. അതുവരെയും എനിക്ക് ആ ബോധം ഉണ്ടായിട്ടില്ല. നല്ലൊരു പണി കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് എനിക്ക് മനസ്സിലായത് ഇനി ആരുടെ അടുത്ത് സംസാരിക്കാൻ പോകരുത് എന്നുള്ളൊരു സത്യം ഞാൻ മനസ്സിലാക്കി. ആ ഒരു കാലഘട്ടത്തിൽ, ആ ഒരു 42 വയസ്സ് മുതൽ ഈ ഒരു കാലം വരെയുള്ള ഈ ഒരു 10 വർഷത്തിൽ എനിക്ക് വളരെയധികം സമാധാനം ഉണ്ടായി, വളരെയധികം ആശ്വാസം ഉണ്ടായി. കാരണം ഞാൻ ആരോട് സംസാരിക്കാറില്ല. ആര് വന്നെന്ത് ചോദിച്ചു കഴിഞ്ഞാൽ ചോദിക്കണതിൻ്റെ മറുപടി അല്ലാതെ വേറൊരു കാര്യം രണ്ടാമത് ഞാൻ അവരോട് പറയാറില്ല. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് അനാവശ്യമായി സംസാരിക്കരുതെന്നുള്ള ആ ഒരു സത്യം ഞാൻ ഇത്രയും നാളും മനസ്സിലാക്കിയില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നല്ലൊരു അടി നമുക്ക് കിട്ടിക്കഴിയുമ്പോഴാണ് നമ്മളെല്ലാവരെയും അങ്ങോട്ട് അകത്തി നിർത്തിയിട്ട് നമ്മളുടെ കാര്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാനായിട്ട് നോക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമ്മളുടെ ജീവിതത്തിൽ എന്തോരം സമാധാനം കിട്ടുമെന്നുള്ളത്. ഒരുപാട് ഗ്രൂപ്പുകളിലും ഒരുപാട് ഫ്രണ്ട്സും ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ മാനസികമായിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യും.
അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കുറേ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ ഒന്ന് സ്വിച്ച് ഇട്ട പോലെ ഒന്ന് നിർത്തി നോക്കിയേ വളരെയധികം ആശ്വാസമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ പല പല പ്രശ്നങ്ങളും എനിക്ക് വന്ന് കയറി, അതുകൊണ്ട് തന്നെയും ഞാനിത് സ്വിച്ച് ഇട്ട പോലെ അങ്ങോട്ട് നിർത്തി. അതുകൊണ്ട് എനിക്ക് വളരെ ആശ്വാസവും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം കൂടുതൽ സംസാരിക്കാതെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പോകാനായിട്ട് എല്ലാവരും ശ്രദ്ധിച്ചാൽ അവനവൻ്റെ ജീവിതത്തിൽ വളരെയധികം സമാധാനം കിട്ടും. ഈ ഒരു 10 വർഷമായിട്ട് ഞാൻ വളരെയധികം സമാധാനത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. അപ്പോൾ പുറത്ത് വേറെ പല ടോക്കും നടക്കും, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അവൾ അഹങ്കാരിയാണ്, പണ്ടത്തെ പോലെയല്ല, ഇപ്പോഴത്തെ പോലെയല്ല. പണ്ട് ഇതെല്ലാം ചിലപ്പോൾ പറഞ്ഞു നിൽക്കും. ഇതൊന്നും നമ്മൾ വിലക്കെടുക്കേണ്ട കാര്യമേ അല്ല. നമ്മളുടെ കുടുംബ സമാധാനം, നമ്മളുടെ മനസ്സമാധാനമാണ് ഏറ്റവും വലുത്. അങ്ങനെ എൻ്റെ സംസാരത്തിൻ്റെ ഇടയിൽ നമ്മുടെ റയൻ കൊച്ച് പെരക്കകം തുടച്ചു തന്ന് അതിനുശേഷം 4 തേങ്ങ ചിരണ്ടി തന്ന് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനായിട്ട്. ആ കറികളൊക്കെ ശരിയായ എൻ്റെ ഇടയിൽ. പിന്നെ വൈകുന്നേരം ഇത്തിരി പപ്പായ ജ്യൂസാണ് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു, ചായ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പപ്പായ ജ്യൂസ് കഴിച്ചിട്ട് റോദ്രതേ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നേനെ. അമ്മയുടെ മുത്തച്ചി, അമ്മയുടെ മോൻ, അമ്മയുടെ മുത്ത് തത്തുമ്പോ പോണേ, നമ്മളുടെ മുത്ത് പോണേ, അമ്മയുടെ മുത്ത് പോ സേട്ട് പോണു പൊന്നപ്പിയെ, സേട്ട് പോണണ്ട, സേട്ട് ശരി പോ ഷൂസൊക്കെ ഇട്ട് പോണണ്ട. അവിടെ അല്ല, നീ എന്താ ജിം ഷൂസ് അവിടെ സ്ഥിരം വെക്കഴിഞ്ഞത്? അതാണ് ഇവൻ്റെത്, ഇവന് യൂസ് ചെയ്യണത് അതാണ് ഹെൽമെറ്റ്. ആദ്യം തുറന്നു കൊടുക്കണേ. എന്നിട്ട് അമ്മയുടെ മുത്തച്ചി തത്തുമ്മോ, കൊച്ചെവിടെ പോണേണ്? കൊച്ചെവിടെ പോണ് കുഞ്ഞ്? ആ കുഞ്ഞ് ഇവിടെ ഇരിക്കണേനടാ. ആ അതാണ് ഞാൻ ഓർത്ത, അതെന്തിനാ കാറില്ല. മനസ്സിലായി കാറ്. ഉടനെ തിരക്കും പിടിച്ച് ഗ്രൗണ്ടിൽ ഷൂട്ട് നടക്കണേണോ? മുത്തിങ്ങോട്ട് പോരെ, മമ്മിയുടെ മുത്തിങ്ങോട്ട് പോരെ. ചേട്ടൻ്റെ വഴക്ക് കിട്ടും റയൻ ചേട്ടൻ വഴക്ക് പറയുവേ. ഉടനെ തിരിഞ്ഞിറങ്ങ. ചേട്ടാ വന്നണ്ടട്ടാ റൂബി. തത്തമ്മോ ഇവിടെ നിന്നോട്ടെ, ചേട്ടൻ വഴക്ക് പറയും. ആ ചേട്ടനെ പേടി അവിടെ തന്നെ. റൂബി ഇറങ്ങരുത്. ഇതേ വന്നടാ റൂബി വാ ഇവിടെ. എന്തോട്ടോ നോക്കി. അപ്പൊ അവിടെ ഇട്ട് മൂത്രമൊഴിക്കാൻ പോവാ. കൊച്ചിന് ഓടിക്കണ്ടേടാ, കൊച്ചു ഓടി വന്നടാ, എന്റെ കുട്ടി ഓടി വന്നടാ. തട്ടുമോ കൊച്ചു പൂറ്റടെ മുഴിച്ചിട്ട് ചവിട്ടിക്കളഞ്ഞ അതിനകത്ത്. ആണപ്പാ, കൊച്ചിനെ കാല് തുടച്ചു കൊടുക്കണം കേട്ടോണ്ടാ. കൊച്ചിനെ കാല് തുടക്കണ്ടമ്മ. ആ പിന്നെ അല്ലാതെ നീയൊക്കെ പിന്നെ എന്തിനാണ് ഇവിടെ നിൽക്കണത്? കുഞ്ഞിനെ തുടക്കാനാണ്. കുഞ്ഞിന്റെ മുടി വരണ്ടേടാ, മുടി വരണ്ട്. പിന്നെ ഒന്ന് ചീപ്പെടുത്തുണ്ടോടാ കുഞ്ഞിന്റെ മുടിയൊക്കെ വരാൻ. കൊച്ചിന്റെ മുടി ഒരുപാട് പോണേനടാ, അതുകൊണ്ട് വാരിക്കളയാ നമുക്ക്. ആ ഇരിക്കെ കൊച്ചിന്റെ മുടി വാരി. പിന്നെ ഇരുന്ന സ്ഥലം മണത്തോണ്ട് നിൽക്കുക. എങ്ങോട്ട് പോണ്? അങ്ങോട്ട് കൊച്ചുങ്ങൾക്ക് ഫുഡ് വാരി കൊടുക്കുമ്പോ കറങ്ങി നടക്കണ പോലെയാണ്. അങ്ങോട്ട് എന്താ മരട്ടത്തിലേ? ആ കൊച്ചിന് ഇക്കിളി ആകോടാ ഇനി. എന്തൊരു സ്വരോട് എടുക്കണത്. കൊച്ചിന് അണ്ണാൻ കുഞ്ഞാക്കിയാടാ നീ. അണ്ണാൻ കുഞ്ഞ്. അതിൻ്റെപ്പാ
ഷോ ഷോ അവിടെ പാലിങ്ങോട്ട് കൊച്ചവിടെ എൻ്റെ അടുത്തേക്ക് വന്നിരിക്കാനാണ്. അവിടെ ഓക്കെ കൊച്ചെന്തേണേണ് ഇപ്പ കൊച്ചു മുടി വാരിയാ മുടി വാരിയാ എൻ്റെ മുടി വാരിയാ കുഞ്ഞ്. കൊച്ചിന് പൗഡർ ഇട്ട് കൊടുത്താ ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടുമെന്ന്. ഓടാ കുഞ്ഞിനെ ടിക്കെന്ന് വിളിക്കണം, കൊച്ചിനെ ടിക്കെന്ന് വിളിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വൈകുന്നേരം ഞാനും നടക്കാനിറങ്ങി. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ എൻ്റെ നടപ്പ് വീണ്ടും തുടങ്ങിയേക്കണത്. കാരണം നമ്മളുടെ പള്ളിപ്പോക്ക് കാര്യങ്ങളും ഇപ്പോൾ കഴിഞ്ഞ ദിവസം മീറ്റിംഗ് ഉണ്ടായിരുന്നു വീട്ടിൽ, അപ്പോൾ അന്നും പോകാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഇന്നിപ്പോൾ ഞാൻ നടക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഗ്രൗണ്ടിൽ ലൈറ്റില്ല എങ്കിലും സ്ട്രീറ്റ് ലൈറ്റുകളുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് നാളെ വീണ്ടും കാണാം. താങ്ക്